ഈ ധവളപത്രം ഉറപ്പ് നൽകുന്ന കാര്യങ്ങള് ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഈ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പശ്ചാത്തല സൗകര്യ നിർമ്മാണം അത് വലിയ മന്ദഗതിയിലാവും. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ സ്വകാര്യവൽക്കരണം. ധവളപത്രം വായിച്ചപ്പോ ചില കാര്യങ്ങൾ ഉറപ്പായി. ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. കേരളത്തിലെ പശ്ചാത്തല സൗകര്യ കുതിപ്പിന് കടിഞ്ഞാൻ വീഴാൻ പോവുകയാണ്. ശമ്പള പരിഷ്കരണം ഉണ്ടാവില്ല. 10 വർഷത്തിനിടയിൽ ഒരിക്കൽ മതി. റിട്ടയർമെന്റ് പ്രായം ഉയർത്തും. ക്ഷേമ പെൻഷൻ ഇനി വീട്ടിൽ കൊണ്ടുതരില്ല. അത് ആധാർ ലിങ്ക്ഡ് ആയിട്ട് അക്കൗണ്ടിലെത്തുള്ളൂ. ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാവും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും സ്വകാര്യവൽക്കരിക്കും, പൂട്ടുവീഴും. കേരളം വലിയൊരു തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കാരണം ഇതൊക്കെ നടപ്പാക്കുന്നതിന് സാമ്പത്തിക സ്ഥിതി സമ്മതിക്കുന്നില്ലെന്ന ധവളപത്രത്തിൽ പറയുന്ന ചുരുക്കം. അതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയാം. ഞാനിപ്പോ ഘട്ടത്തിൽ അത് ചെയ്യുന്നില്ല. പണം എങ്ങനെ കണ്ടെത്താം? അതിന് LDF സ്വീകരിച്ച രീതികളൊന്നും ശരിയല്ല എന്ന് വാദിച്ചു വെച്ചു. ഇനി എന്താ? മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. 25,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കും. 15,000 കോടി രൂപയുടെ സ്വർണത്തിൽ നിന്നുള്ള GST മാത്രം, ബാക്കിയൊക്കെ ഞങ്ങൾ വേറെ. ഈ സമിതിയിലെ അംഗമായിരുന്ന പ്രൊഫസർ D നാരായണ, എന്റെ സഹപ്രവർത്തകന, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് IGSTയിൽ ഒരു 20,000 കോടി രൂപയുടെ നഷ്ടം ആദ്യത്തെ 5 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് സംവിധാനം ചെയ്ത് തിരിച്ചെടുക്കും. ഇതൊക്കെ പറഞ്ഞിരുന്നേ. എന്തെങ്കിലും ഒരു നിർദ്ദേശത്തെ കുറിച്ച് പരാമർശമുണ്ടോ? അവസാനത്തെ അധ്യായം വിശകലനം എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളതിനെ കുറിച്ചാ. പണമില്ലെങ്കിലേ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം? ധവളപത്രത്തിലെ വിശകലനം മുഴുവൻ വേണ്ടത്ര പണമില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് സ്ഥാപിക്കാനോ? സാമ്പത്തിക അച്ചടക്കമില്ലായ്മയായിരുന്നു നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ സാക്ഷ്യപത്രങ്ങള്? റവന്യൂ കമ്മി കൂടിക്കൊണ്ടിരിക്കുന്നു, കുറയുന്നില്ല. ധനക്കമ്മി, അത് കുറയുന്നില്ല. എന്ന് മാത്രമല്ല, ക്യാഷ് ബാലൻസ് അതിപ്പോ അവസാന ദിവസം 6,000 കോടി രൂപ മാർച്ച് അവസാനം ഉണ്ടായെങ്കിലും അതൊക്കെ ഒരു ദിവസത്തെയാണ്. പക്ഷെ ഇതിപ്പോ ഒരു 2-3 വർഷക്കാലം, 4-5 വർഷക്കാലത്തെ മാസമുള്ള ക്യാഷ് ബാലൻസ് പരിശോധിച്ചിട്ട് ക്യാഷ് ബാലൻസ് മൈനസാണ് പലപ്പോഴും. വലിയ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതെ വന്നാൽ പിന്നെ ചെയ്യുന്നൊരു മാർഗം റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയാണ്. ആദ്യം SDF നിന്ന് വായ്പ എടുക്കാം. അതുകൊണ്ടും ഒരു 2,000 കോടി രൂപ 2,000 കോടി രൂപ തികഞ്ഞില്ലെങ്കിൽ പിന്നെ വെയ്സ് ആൻഡ് മീൻസ് വായ്പ എടുക്കാം. അതുകൊണ്ടും തികഞ്ഞില്ലെങ്കിൽ പിന്നെ ഓവർ ഡ്രാഫ്റ്റിൽ പോകാം. ഇതൊക്കെ എന്ത് ഭയങ്കര പാതകമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്, അച്ചടക്കമില്ലായ്മയായിട്ട്. അങ്ങനെയും വീക്ഷിക്കാം കേട്ടോ, അങ്ങനെയും വീക്ഷിക്കാം. എന്ന് വെച്ചാലേ, നാട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനാ? ഈ അച്ചടക്കത്തിനാ, ഈ കൈവായ്പ പോലും എടുക്കാതിരിക്കുന്നതിനാ. എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാട്ടോ. കോവിഡ് കാലം, ആ വർഷമാണ് ഏറ്റവും കൂടുതൽ ദിവസം വെയ്സ് ആൻഡ് മീൻസും കടത്തിലും ഓവർ ഡ്രാഫ്റ്റിലും പോയിട്ടുള്ളത്. എന്താ കാര്യം എന്നറിയാം? എൻ്റെ ഫിനാൻസ് സെക്രട്ടറിയോട് പറഞ്ഞതേ, ഒരു ദിവസം ഇത് പ്ലസ് ആയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചെലവാക്കിക്കോണം. നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ പണമില്ല. കേരളത്തിന്റെ ഈ നയം മൂലം ഇവരിപ്പോ വിമർശിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും കടബാധ്യതയിലായി. വെയ്സ് ആൻഡ് മീൻസ്. ഇന്ത്യയിൽ എന്തായിരുന്നു സ്ഥിതി എന്നറിയണോ? അതും കൂടി അറിയണം. ഈ കോവിഡ് കാലത്ത് 3 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ട്രഷറിയിൽ ചെലവാക്കാതെ കിടന്നത്. ഇന്ത്യ സർക്കാർ വായ്പ എടുക്കാൻ അനുവദിക്കും. 5% വരെ വായ്പ അനുവദിച്ചു എടുക്കുന്നു. 7% പലിശക്ക് അതങ്ങ് ട്രഷറി ചെലവാക്കും. വായ്പ എടുത്ത പണം മൂലധന ചെലവിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് തത്വം. അതിൽ വിശ്വസിച്ച് പണം ചെലവാക്കാതൊക്കെ വെച്ചിരിക്കുക. 1ഉം 2ഉം അല്ല, 3 ലക്ഷം കോടി രൂപ. അഭിമാനത്തോടെ ഞാൻ പറയണു, കേരളമാണ് ഒരു സംസ്ഥാനം എല്ലാ ദിവസവും ഡെഫിസിറ്റിൽ കിടന്നത്. അതിന്റെ ഫലം എന്താ?
നാട്ടിലൊരു മുട്ടുണ്ടായില്ല പാവങ്ങൾക്ക്. ഏതിനാ നിങ്ങളുടെ മുൻഗണന? ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നതിനാണോ? ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്നതിനാണോ? മറ്റ് സ്കൂളും ആശുപത്രി എല്ലാം മുട്ടില്ല നടപ്പാക്കുന്നതിനാണോ? അതോ ഈ ധവളപത്രത്തിൽ പറയുന്ന അച്ചടക്കത്തിനാണോ? ഇതാണ് ചോദ്യം പ്രായോഗികമായിട്ടോ. അപ്പോ ഇതിലാണ് ഊന്നൽ. ഇതാണ് ധവളപത്രത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഡെവലപ്മെന്റൽ അല്ല, ഒരു ധനയാഥാസ്ഥിക സമീപനത്തിൻ്റെതാണ്. രണ്ടാമത്തേത്, സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം വേണ്ടത്ര വർദ്ധിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ഒത്തിരി കണക്കുകളുണ്ട്. ഞാനിപ്പോൾ കണക്കുകൾ ഓരോന്നിലും എടുക്കുന്നില്ല, അതൊക്കെ ശരിയുണ്ട് താനും. നമ്മുടെ GDP ശതമാനമായിട്ട് നികുതി വരുമാനമോ തനത് വരുമാനമോ മൊത്തം റവന്യൂ വരുമാനം കണക്കാക്കി കെട്ടണമെങ്കിൽ നമ്മൾ കൂടുകയല്ല കുറയുന്നത്. ശരി, ഇതൊക്കെ ശരി തന്നെ. അങ്ങനെ ആയിരിക്കുമ്പോഴേ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിൽ ഈ തനത് വരുമാനം 75% വരുമെന്ന് ആ ഒരു തോതില്ല. നമ്മുടെ തനത് വരുമാനത്തിൽ കേന്ദ്രം തരുന്നത് എത്ര, നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എത്ര? 75% സംസ്ഥാനം ഉണ്ടാക്കുന്ന, 25% കേന്ദ്രം തരുന്നുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങൾക്ക് 50% കേന്ദ്രം കൊടുക്കുന്ന. നമ്മുടെ ധനപ്രതിസന്ധിയുടെ മർമ്മം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. ഇങ്ങനൊരു കാഴ്ചപ്പാട് UDFനും ഇല്ല, ധവളപത്രക്കാർക്കും ഇല്ല. അപ്പോ പറഞ്ഞേക്കാം, ഫിനാൻസ് കമ്മീഷന്റെ തീർപ്പല്ലേ, ശരിയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ മോശം ചെയ്തു, പക്ഷെ കുറഞ്ഞു പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കേന്ദ്രം മറ്റ് ഗ്രാന്റുകളുണ്ട്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. അത് മൊത്തത്തിലെടുത്താൽ ഇന്ത്യയിൽ ഇതിനൊക്കെ വേണ്ടി കേന്ദ്രം ചെലവഴിക്കുന്ന തുകയുടെ 1.9% വരുള്ളൂന്ന്. ഈ അവഗണനക്കെതിരായിട്ട് എന്തൊന്നും പറയാത്ത PM ശ്രീയുടെ പേര് പറഞ്ഞ് സർവശിക്ഷ അഭിയാന്റെ പണം തരാത്തത് തെറ്റാണ്, കേന്ദ്രം ഇതെല്ലാം കുടിശ്ശികയാക്കി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയണ്ടേ? ഇവിടത്തെ നയപ്രഖ്യാപനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രത്തിനെതിരായിട്ട് ഒരു വാചകം ഉണ്ടാവും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കേട്ടോ ഇവര്. BJPക്കെതിരായിട്ട് BJP സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പോരാണ്ടവരാ. നയപ്രഖ്യാപനത്തിൽ ഇത് നയം ഉൾപ്പെടുത്തുന്നില്ല. എന്നാ പിന്നെ ഇവിടെ ഉണ്ടോ? പരാമർശമുണ്ട്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഒരു പാരഗ്രാഫ് ഉണ്ട്, അങ്ങനെ ചില പരാമർശങ്ങൾ അവിടെ ഇവിടെയുണ്ട്. പക്ഷേ UDFന്റെ സംസ്ഥാന ധനകാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ കേന്ദ്രത്തിന്റെ അനീതിയും BJPയുടെ നയങ്ങളും വരുന്നില്ല. വളരെ മൃദുവായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാന വിമർശനം. എടുത്തു വായിച്ചു നോക്കിക്കോളൂ. ഇത്രയും പരാവാരം എഴുതിയപ്പോ കേന്ദ്രത്തിന്റെ സമീപനത്തെക്കുറിച്ച് എന്ന് മാത്രമല്ല, കിഫ്ബിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പിന്താങ്ങുകയാണ്. കേരളം കടക്കണിയിലൊന്നുമല്ല എന്ന് പറയാതെ പറഞ്ഞു. കടത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പലിശ ഭാരം ഇങ്ങനെ കൂടുന്നു, പഴയ കടത്തിന് തിരിച്ചടവ് പുതിയ കടത്തേക്കാൾ കൂടുതൽ ചില വർഷങ്ങളിൽ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കേരളം ഒരു കടക്കണിയിലാണോ? നോ. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 10 വർഷം നോക്കണുള്ളൂ. അതിക്ക് മുമ്പുള്ള ഒരു 5 വർഷം കൂടി നോക്കി നിന്ന് കണക്ക് മാറി വന്നാല് 2004 നമ്മുടെ GDPയുടെ 42% കടബാധ്യത. അതിപ്പോ 39% ഉള്ളൂ. കൂടിയൊന്നുമില്ല. 30 ഉള്ളൂ. അന്നാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് വർധന. അപ്പൊ ഈ കടം ഇത്രയും ഉണ്ട്. ഈ കടപ്പേടിയെല്ലാം ഉണ്ടാക്കിയിട്ട് സംഗതി ശരിയാ. കടം മേടിച്ചാൽ ആസ്തി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ കടം മേടിക്കുന്നത് നല്ല പങ്കും ശമ്പള ചെലവിനും ബാക്കിയുള്ളതിനൊക്കെയാണ് പോണേ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, വിദ്യാഭ്യാസത്തിന് മുടക്കുന്ന പണം റവന്യൂ ചെലവായിട്ട് കണക്കാക്കണോ മൂലധന ചെലവായിട്ട് കണക്കാക്കണോ? നമ്മളും മനുഷ്യന്മാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടക്കിയിട്ടുള്ള മുതൽ മുടക്കിന്റെ ഫലമായിട്ട് അവര് പുറത്തു പോയിട്ട് പണം സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനത്തിൽ ഈ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുണ്ട്, ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമുക്കിങ്ങനെ വിദ്യാഭ്യാസം ആരോഗ്യം ഇതിനൊക്കെ വലിയ ചെലവുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ശമ്പളത്തിന്റെ ഏതാണ്ട് പാതി വിദ്യാഭ്യാസത്തിനല്ലേ. അത് വേണ്ടെന്ന് പറഞ്ഞാൽ ശമ്പളത്തിന്റെ തോത് കുറഞ്ഞു. അത് നമ്മൾ വേണമെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് റോഡിനും പാലത്തിനും ഒക്കെ
ഈ ധവളപത്രത്തിൽ പറയുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങൾ മുടക്കുന്ന അത്രയും പണം നമ്മൾ മുടക്കണില്ല. ശരി, ഇത് ശരിയായതുകൊണ്ടാണ് കിഫ്ബി ഉണ്ടാക്കിയത്. ബഡ്ജറ്റിൽ ഈ 1.4%, 5% വെച്ച് ബഡ്ജറ്റിന്റെ ഇതിന്റെ നമ്മൾ നീക്കി വെച്ച് റോഡിനും പാലമൊക്കെ പണിയാൻ വേണ്ടി ഉപയോഗിച്ചാലേ ഇന്നിപ്പോ കിഫ്ബി പണിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു 25 വർഷം വേണ്ടി വരും. അപ്പൊ ലോകം മാറിപ്പോകുന്നു. എന്തെങ്കിലും വന്നാൽ പോരെ, ഇന്ന് വേണം, എന്നാലേ കേരളത്തിന്റെ കുതിപ്പിന് അടിത്തറയാവാൻ പറ്റൂ. അതിന് മാർഗം എന്താ? സംസ്ഥാന സർക്കാരിന് പറ്റില്ല. അപ്പൊ നമ്മളൊരു ഏജൻസി ഉണ്ടാക്കി കിഫ്ബി, അവര് വായ്പ എടുത്ത് പണിയും. എന്ത് പണിയും എന്നുള്ളത് സർക്കാർ തീരുമാനിക്കും. അത് വായ്പ എടുത്തവർ പണിയും. അവരെങ്ങനെ വായ്പ എടുക്കണേ? അവർക്ക് നികുതിയുടെ മോട്ടോർ നികുതിയുടെ പകുതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാവി ഓരോ വർഷവും ഉണ്ടാകാൻ പോകുന്ന വരുമാനം കണക്കൂട്ടി കാണിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ നിന്ന് വായ്പ എടുക്കാം. ഇപ്പോ ഈ ധവളപത്രത്തിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബോണ്ട് ഇറക്കുന്നതിനെ കുറിച്ച് വേണമെന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റി കൈ നീട്ടുമ്പോ ബോണ്ടിന് ഏതെങ്കിലും ബാങ്ക് പണം നൽകുന്നത് എന്തുകൊണ്ടാ? മുനിസിപ്പാലിറ്റിക്ക് എല്ലാ വർഷവും സർക്കാരിൽ നിന്ന് ഗ്രാന്റ് കിട്ടും. ആ ഗ്രാന്റ് കിട്ടുമ്പോൾ ഞങ്ങൾ ഈ വായ്പ കെടുകിടകായിട്ട് അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞ് വായ്പ എടുക്കുന്നതാ. ദേ ആർ സെക്യൂരിറ്റൈസിങ് ദ ഫ്യൂച്ചർ ഇൻകം ഫ്ലോ. ഇത് തന്നെ ഇവിടെ. ഇതെന്ത് ബാധ്യത ഉണ്ടാക്കും? ഒരു ബാധ്യത ഉണ്ടാക്കുന്നില്ല. നിയമപ്രകാരം കൊടുക്കാന്ന് പറഞ്ഞാൽ പണം കൊടുത്തേച്ചാ മതി. ആ തിരിച്ചടവ് ചെയ്യുന്ന പണം വായ്പ എടുക്കത്തുള്ളൂ. ഈ BJP വന്ന് 4ാം വർഷം എത്തണ വരെ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഇതുപോലുള്ള സംവിധാനം വഴിയെടുത്തിരുന്ന വായ്പയെ കുറിച്ച് ആരെങ്കിലും തർക്കം ഉന്നയിച്ചിട്ടുണ്ടോ? ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ അവകാശവാദം CAG പറയുന്നതിന് മുമ്പ് താനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. CAGക്ക് സൂത്രം പറഞ്ഞു കൊടുത്ത അദ്ദേഹമാണെന്നാണ്. ഇത്രയും നാള് കഴിഞ്ഞ 10 വർഷം LDFന്റെ ഭരണകാലത്ത് മുടക്കമില്ലാതെ നൽകിയില്ലേ? അതിന്റെ ഫലമായിട്ട് ആ തുകക്കുള്ള പ്രൊജക്ടുകളാണ് തുടങ്ങിയിരിക്കുന്നത്. എത്ര വിസ്മയകരമായ മാറ്റമാണ്. ഇപ്പോ വലിയ വിമർശനങ്ങളെ വെച്ചിരിക്കുന്നത്. ഒന്ന്, ഒരു CEO എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് വെച്ചത് ശരിയല്ല. ഇനി ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാ? ഇത് സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വായ്പ എടുക്കുകയും തിരിച്ചടക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അതിനൊക്കെ അപ്പപ്പ ഉത്തരവുകൾ ഇറക്കണം, ഗ്യാരണ്ടി നിൽക്കണം, ചെയ്യണം. അതിന് ഫയലായിട്ട് സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് ഈ കാര്യം ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടല്ലത്. അതിന് ഫിനാൻഷ്യൽ സ്ഥാപനം അങ്ങനെ നടത്തണമെന്ന് ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഫയലിൽ സെക്രട്ടേറിയറ്റിൽ പോയി ഇതൊക്കെ തീരുമാനിച്ചു വരാന്ന് വെക്കുന്നത്. അതല്ലെങ്കിൽ വേറെ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. എല്ലാ പണവും കൺസോൾട്ടേറ്റീവ് ഫണ്ടിൽ വന്നം അല്ലാതെ പോണു. എന്തൊരു വിഡിത്തം പറയണേ. നികുതി സർക്കാരിൽ വന്ന് ട്രഷറി വന്നതിന് ശേഷമാണ് അതിന്റെ പാതി കിഫ്ബിയിലേക്ക് പോണത്. ഇതുപോലെ റൂൾസ് ഓഫ് ബിസിനസിന് എതിരാണ്. ഇതൊക്കെ കാണുമ്പോ നമ്മൾ അത്ഭുതമാണ് കേട്ടോ. പണ്ഡിതന്മാരായിരിക്കും ഇതൊക്കെ ചെയ്തത്, യഥാർത്ഥത്തിൽ അവരായിരിക്കില്ല, ഇവിടത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കും. കാരണം ഞാനും ധനമന്ത്രിയായിരുന്നല്ലോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇതൊക്കെ കയ്യിൽ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. റൂൾസ് ഓഫ് ബിസിനസിന് എങ്ങനെ എതിരാവുന്നു? റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോ കിഫ്ബിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില പാരഗ്രാഫുകളൊക്കെ ഉണ്ട്. പക്ഷെ അവസാനം വരുമ്പോ ഇതിന്റെ ഒരു കാലം തീരുന്ന മട്ട. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ചോദ്യം വരുന്നത്, ഇതെങ്ങനെയാണ്, എന്താ സംഭവിക്കാൻ പോണത്? വേണ്ടതേ നാട്ടിലെ ആൾക്കാരുടെ ക്ഷേമം, നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ആ വേവലാതിയൊന്നും BJPക്ക് ഇല്ല. കേരളത്തെ സംബന്ധിച്ചോളം നമ്മളൊരു ഫൈറ്റിലാണ് കേട്ടോ. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ഓരോ ഉടക്കിനും മറികടക്കാനുള്ള സമീപനം കൈക്കൊള്ളണം. അത്തരത്തിലുള്ളൊരു ഫൈറ്റ് ഇല്ല. കേന്ദ്രത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങി വർത്താനം പറഞ്ഞ് തീർക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ധവളപത്രം ഉറപ്പ് നൽകുന്ന കാര്യങ്ങള്, ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഈ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പശ്ചാത്തല സൗകര്യ നിർമ്മാണം അത് വലിയ മന്ദഗതിയിലാവും. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ സ്വകാര്യവൽക്കരണം. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ചുരുക്കം. എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. കാര്യത്തില് പ്രധാനപ്പെട്ട വിമർശനം
അത് സംസ്ഥാന സഭ കേന്ദ്രങ്ങളാണ് ഈ പണം ചെലവഴിക്കേണ്ടത്. ഇവിടെ ഈ പ്രാദേശികമായി ചില ജില്ലകൾ, ഇപ്പോൾ കണ്ണൂരിന് 20% കൂടുതൽ ചെലവഴിച്ചു, കർണാടകത്തിന് കൂടുതൽ ചെലവഴിച്ചു, പട്ടികജാതി മേഖലയിൽ ചെലവഴിച്ചു വെറും 3% മാത്രമാണ്. അതായത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് വലിയ ആരോപണമല്ല, ഫാക്ട്. കാരണം 20% കണക്കിലുണ്ടല്ലോ. നമ്മള് ഈ റവന്യൂ ചെലവ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, പെൻഷന് ഇതെല്ലാം കൊടുക്കുമ്പോൾ തുല്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാം. പശ്ചാത്തല സൗകര്യ നിർമ്മാണം അങ്ങനെയല്ലെന്ന്. നിങ്ങൾ തീരദേശപാത പണിയാൻ പോയാൽ തീരദേശത്തുള്ള ഇതിനല്ലേ കിട്ടത്തുള്ളൂ. മലയോര ഹൈവേ മലയോര ജില്ലകൾക്കല്ലേ കിട്ടുള്ളൂ. എന്താ ഈ 3 ജില്ലകളുടെ പ്രത്യേകത? കണ്ണൂരെ സംബന്ധിച്ചോളം പുതിയ എയർപോർട്ട്, ആ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് സുലഭമായിട്ട് തർക്കമില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്ന ഏകദേശ പ്രദേശമുള്ളത്. അവിടെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഭൂമി ഏറ്റെടുക്കാനായിട്ട്. ഏറ്റവും വലിയ തുക ഭൂമി ഏറ്റെടുക്കുന്നതിന് വകയിരുത്തിയിട്ടുള്ള കണ്ണൂര. അത് വെച്ചിട്ട് 22% എന്ന് പറയുന്നു. കാരണം അവിടെ ഒരു എയർപോർട്ട് വന്നെന്ന്. അത് എവിടെയെങ്കിലും ഭൂമി എടുത്താൽ പറ്റുമോ? സിയാലിന് ചുറ്റും നമുക്ക് ഭൂമിയുണ്ടോ? അവിടെ പറ്റും. കണ്ടുകൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം വരുന്നു, അതിന്റെ ഗ്രോത്ത് കോറിഡോറും കാര്യങ്ങൾക്കുള്ള പണം. ലാൻഡ് അടക്കമുള്ളതാണ്. ഇനി മലബാറിലെ പിന്നോക്കമാണെന്ന് എല്ലാവരും സംഭവിച്ചിട്ടുണ്ടല്ലോ. മലബാറിന്റെ ഭാഗമല്ലേ. പക്ഷെ ഇത്രയും വരാൻ കാരണം എന്താ? ഭൂമി ഏറ്റെടുക്കുന്ന ലൊക്കേഷൻ അങ്ങോട്ടാ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-15 കോടി രൂപയുടെ നിന്ന്. കാരണം അവിടെ നമുക്ക് ഇങ്ങനെ ഇന്ന് തർക്കമില്ലാതെ ഒരു ഭൂമി അക്വയർ ചെയ്ത് ഒരു ഇൻഡസ്ട്രിയൽ മേഖലയാക്കി മാറ്റാൻ പറ്റൂ. പിന്നെ ട്രഷറി ബാലൻസിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അവസാനം ഇപ്പോൾ കണക്ക് വന്നത് 2000 കോടി മെയ് 14 2000 കോടി രൂപയാണ് കാണിക്കുന്നത്. അത് തന്നെ പറയുന്നത് മാർച്ച് 12,000 രൂപയുടെ പൊതു പാർട്ടിയിൽ നിന്നും വായ്പ എടുത്തുകൊണ്ട് മാത്രമാണ് അത്രയും ബാക്കി വന്നത്. അത് ഒരു പോസിറ്റീവ് ബാലൻസ് എന്നാണ് പറയുന്നത്. അത് ഒരു കാര്യവും ഇല്ലാത്തതാണെങ്കിലേ എന്തിനാ ഈ ധവളപത്രത്തിൽ 5 വർഷത്തെ മാസമുള്ള ക്യാഷ് ബാലൻസ് എടുക്കാൻ പോണേ? ഞാനല്ല, ഓരോ മാസം അവസാനമുള്ള ക്യാഷ് ബാലൻസ് ഞാനതൊന്നും പിടിച്ചു തൂക്കണമൊന്നുമില്ല. ക്യാഷ് ബാലൻസ് തന്നതുണ്ട്, പിറ്റേന്നില്ലാതാവാം പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ. സോ ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇതെന്തോ ഭയങ്കര മോശമായി പോയി. നോ, അന്ന് പണം ഉണ്ട്. അല്ല, ആ ക്ലെയിം പറയാൻ കാരണം ക്ലെയിം വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പണം അവിടെ പ്രശ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ പണം വായ്പ എടുത്ത പണമാണെന്ന കാര്യം മറന്നു വെച്ചു. പക്ഷെ അത് വരുമാനമല്ലേ വായ്പ എടുത്താലും. വായ്പ വെറുതെ എടുക്കാൻ പറ്റൂല. ആ വർഷം അനുവദിച്ച വായ്പയിൽ ബാക്കിയുള്ളത് മാസാവസാനം എടുക്കണു, വർഷാവസാനം എടുക്കണു. നമുക്ക് എങ്ങനെ അനുവാദം കിട്ടണത്? കേന്ദ്ര സർക്കാർ പറയും ഫസ്റ്റ് ക്വാർട്ടറിൽ ഇത്ര എടുക്കാം, സെക്കൻഡ് ക്വാർട്ടറിൽ ഇത്ര എടുക്കാം. അപ്പൊ അവര് പറയുന്നതിന് വിധേയമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എനിക്കറിഞ്ഞുകൂടാ, ചിലപ്പോ 3-ാം ക്വാർട്ടറിൽ എടുക്കാൻ പറ്റുന്ന വായ്പ ആ മാസം എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ വായ്പ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരണമില്ലെന്ന്. സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത വരുമാനമാണത്. ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്ന ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളതാ. അത് വർഷാവസാനം എടുത്തു. അങ്ങെടുക്കുമ്പോൾ ചിലപ്പോ ബാധ്യത വേറെ കൊടുക്കാനുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇത് എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? പൂച്ച പെറ്റ് കിടക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ അല്ല, അവിടെ ഇത്രയും പണം ഉണ്ടായിരുന്നു, ആ അർത്ഥത്തിൽ എടുത്താ. ഏത് സർക്കാരിനും അങ്ങനെ ഉണ്ടാവും. ഇന്നല്ല 2016 ധവളപത്രം എടുക്കൂ. അതിനാദ്യം തന്നെ ഇതുപോലെ തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് കൊടുത്തു തീർക്കാനുള്ള വിവിധ ഇനങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഇത്രയും വരൂലായിരുന്നു. കാരണം അന്ന് ശമ്പളത്തിന്റെ DA കുടിശ്ശിക വന്നിട്ടില്ല. ഇതിവിടെ മേജർ ഫണ്ട് വരുന്ന അതല്ലേ, അതില്ല. പക്ഷെ എല്ലാ സർക്കാരിന്റെ കാലത്തും ഉണ്ട്. 2016 ഇറക്കിയ ധവളപത്രത്തിലും ഉണ്ട്. ഓർക്കണം. അതിൽ 20,500 crore ഇല്ലെന്നാണ് പ്രതിജ്ഞ പറഞ്ഞത്. അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റെസിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തു. എന്തായാലും 20,500 വരും, പക്ഷെ അത് വന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വലിയ ഭാരമാവുന്ന എപ്പോഴാ ഇൻട്രീം ബഡ്ജറ്റ് തയ്യാറാക്കിയത്? കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പാണ്. കാരണം നമ്മുടെ ഇലക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാ ബഡ്ജറ്റ് തയ്യാറാക്കാൻ പറ്റുക? മുൻ വർഷങ്ങളുടെ
വരവും ചെലവും കണക്കെടുത്ത് കേന്ദ്രത്തിൽ നിന്ന് ഇത്ര കിട്ടുമെന്ന് അനുമാനിക്കുന്നു. കേന്ദ്രം തന്നില്ല. കേന്ദ്രം സ്പെഷ്യൽ ഗ്രാന്റ് ഇല്ല. നമ്മുടെ മറ്റേ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇല്ലാതായി. അപ്പൊ ഈ പറഞ്ഞ തുകയില്ല. അല്ലാതെ ആരെങ്കിലും വെട്ടിലാക്കണം? ന്യായമായിട്ടും അന്ന് അങ്ങനെ ഊഹിച്ച് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ പുതുക്കിയ ബഡ്ജറ്റ് ഇറങ്ങുന്നത്. അതെ, അപ്പൊ അത്രയും വരുമാനം ഇല്ല. ഇങ്ങനെ വരുമാനം ഇല്ലാതെ വരുമ്പോഴേ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? LDF കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പോഴും മാനേജ് ചെയ്തെന്ന് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ 600-ൽ നിന്ന് 2000 ആക്കി. ഏതൊക്കെ ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ നൽകി? പരമപ്രധാനം, ഈ ചട്ടപ്രകാരം സാമ്പത്തിക ശാസ്ത്ര വിധി പ്രകാരം ഇങ്ങനെ പാടുള്ളൂ ബഡ്ജറ്റ് തത്വം എന്ന് പറഞ്ഞിരിക്കലല്ല, നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ധനമാനേജ്മെന്റ് നടത്തും, അതിനാണ് പ്രാമുഖ്യം. ഇപ്പം അത് മാറി എന്നാണ് ഞാൻ പറയുന്നത്. അത് വലിയ ഇംപ്ലിക്കേഷൻ നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് ഉണ്ടാക്കും. നോക്കിക്കോളൂ. ഈ കിഫ്ബിസിയുടെ കാര്യം പറഞ്ഞത് ഈ ഭരണപരമായ സമരത്തിന് വേണ്ടിയാണ് കിഫ്ബിസിയെ എക്സോ സെക്രട്ടറിയാക്കി വെച്ചതെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് 2025 പിന്നെ അതെടുത്ത് മാറ്റിയത്? എന്തുകൊണ്ടാണ്? ഏതാണ് കിഫ്ബിസിയുടെ കാര്യത്തില് താങ്കൾ പറഞ്ഞത് ഭരണപരമായ സമരത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി പദവി കൊടുത്തതെന്ന്. ന്യൂസ് ഓഫ് സെക്രട്ടറി ഫയലുമായി ഉണ്ടാകുന്നത്. പക്ഷെ പിന്നീട് 2025 ആ തീരുമാനം പുനഃപരിശോധിച്ചില്ലേ? ഏതാ പുനഃപരിശോധിച്ച? എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി പദവി എന്നുള്ളത് പിന്നീട് മാറ്റിയില്ലേ? ഇല്ലല്ലോ. പോലും ഈ സർക്കാരിന് പുറത്തുള്ള ഉദ്യോഗസ്ഥന് ഇത്രയും അധികാരം കൊടുക്കുന്നത് ചട്ടവിരുദ്ധമെന്നാണ് അവർ പറയുന്നത്. രണ്ട് സർക്കാരായിട്ട് ഞാൻ എങ്ങനെയാ അത് കാണുന്നതെന്നറിയോ? അനുവദനീയമായ കാര്യമാണ്. കിഫ്ബി എന്ന് പറയുന്നത് 25 വർഷമായി UDF-ഉം LDF-ഉം വായ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വഭാവത്തിൽ നിയമഭേദഗതിയുള്ള മാറ്റം വരുത്തി 1000-2000 കോടിയല്ല 1,00,000 കോടിയുടെ വായ്പ വേണ്ടി വന്നാൽ എടുക്കാൻ പറ്റുന്നൊരു സ്ഥാപനമൊക്കെ മാറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരണു. അത് കേന്ദ്രത്തിന് ഇഷ്ടമല്ല, തടയാൻ നോക്കുന്നു. ഇല്ലാത്ത പുതിയ നിയമം കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു ഫൈറ്റാണെന്ന്. നമ്മുടെ ക്യാഷ് ബാലൻസ് പൂച്ചവെറ്റുകളൊക്കെയാണെന്ന് സതീശൻ പറയുന്നത്. നമ്മൾ 2012 കോടി മെയ് 14 ക്യാഷ് ബാലൻസ് നമ്മളുണ്ട്. മുഖ്യമന്ത്രിക്ക് പ്രധാനപ്പെട്ട ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല, കൊടുക്കാനുള്ള പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ബാലൻസ് പറയാൻ പറ്റുക? അങ്ങനെ ക്യാഷ് ബാലൻസ് കൂട്ടണേ, അല്ലാതെ ക്യാഷ് ബാലൻസ് ഇത്രയും കടമുണ്ട് അത് കിഴിച്ചു കഴിയുമ്പോ മൈനസ് ആണെന്നല്ല. ഇങ്ങനെയാണ് കണക്ക് വെക്കുന്നത്. നിങ്ങൾ ധവളപത്രം എടുക്കൂ. ധവളപത്രത്തിൽ ഏതാണ്ട് 72 മാസങ്ങളുടെ അവസാനത്തുള്ള ക്യാഷ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നോക്കിയിട്ടുണ്ടാ ആ മാസം അവസാനം എത്രയാണ് കൊടുക്കാനുള്ളതെന്ന്? ഇങ്ങനെയാണ് എന്റെ അനാലിസിസ്. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല ഒരു ക്ഷാമവുമില്ലെന്ന്. ഞാൻ പറയണത് ഗൗരവമായ പ്രതിസന്ധി ഉണ്ട്, പക്ഷെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അത് ഈ ധവളപത്രം ഉത്തരവല്ല കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി 10 വർഷത്തിലുണ്ടായല്ല. ഏറ്റവും വലിയ കടഭാരം ഉണ്ടായിരുന്നതും ഇവിടെ 2004 UDF ഭരിക്കുമ്പോഴാണ്. നമ്മുടെ സാമ്പത്തിക നില കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഈ രീതിയിൽ പോയാണ്. ആ പ്രതിസന്ധിക്കുള്ളിൽ നിന്ന് സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നല്ല ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി അതിന്റെ ഗുണഫലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സതീഷ് പറഞ്ഞൊരു കാര്യം ഒരു പരിഹാര സൊല്യൂഷനായി പറഞ്ഞ മുന്നോട്ട് ഒരു നിർദ്ദേശം പെൻഷൻ പ്രായം കൂട്ടുക എന്നുള്ളതാണ്. സർവീസ് സംഘടനകളുമായി ചർച്ച പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്? അത് പ്രതിപക്ഷത്ത് ഇരുന്നപ്പോ അവര് പറഞ്ഞതിന്റെ ഉത്തരം കേരളത്തിലെ യുവജന സംഘടനകളെ വിളിച്ചു ചേർത്തിട്ട് അവരുടെ സമ്മതത്തോടു കൂടി സംസാരിക്കട്ടെ. അതല്ലേ പ്രതിപക്ഷത്തിരുന്നപ്പോ കോൺഗ്രസ് പറഞ്ഞ അത് തന്നെ സമയം. യുവജന സംഘടനകളോട് ചോദിക്കുക തന്നെ വേണം. യുവജന സംഘടനകൾ വെച്ചാൽ ഇത്രയും തൊഴിലില്ലായ്മ, ആ തൊഴിലില്ലായ്മ കുറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഈ ധവളപത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ തൊഴിലില്ലായ്മ നിരക്ക് എങ്ങനെ ദേശീയ ശരാശരിയുടെ 3 മടങ്ങായിരിക്കുന്നു. ആ അഭ്യസ്ത വിദ്യർക്ക് കിട്ടുന്ന ഒരു തൊഴിലവസരമാണ്. അത് ഇല്ലാതാക്കുന്ന നടപടി ശരിയല്ല. താങ്കൾ തന്നെ പറഞ്ഞത് എങ്ങനെ വരുമാനം കണ്ടെത്തുമെന്ന് പറയുന്നു.
അതേസമയമാണ് സാമ്പത്തിക പ്രതിസന്ധി മലയാളികൾ ഒരു ഉപാധികൾ വരുന്നത്. ഒരു വർഷം കൊണ്ട് പ്രായം കൂടിയാൽ ഇപ്പൊ ഞാനല്ലോ കസേരയിലിരിക്കുന്നത്, നമുക്കപ്പൊ ആലോചിക്കാം. ഇതിപ്പോ അവര് പറയട്ടെ, ഏതായാലും ഇതൊരു ഉത്തരവല്ല. ദാറ്റ്സ് ഓൾ വാട്ട് ഐ എം സേയിങ്. ഇത് നടപ്പാക്കാനാ പോണം. ഇതാണ് സമീപനമെങ്കിൽ കേരളം വലിയൊരു തിരിച്ചുപോക്കിലേക്ക് വരും. അങ്ങനെ സ്വകാര്യവൽക്കരിക്കാനൊന്നും ഇവിടെ അനുവദിക്കാൻ പോണില്ല, അതും പറയാമല്ലോ. വീട്ടിലല്ല, ഇനി എല്ലാവർക്കും ബാങ്ക് വഴിയാണെന്ന് പറഞ്ഞാലും അത് പ്രതിഷേധിക്കും. അപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കുറക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള എല്ലാ പരിശ്രമങ്ങളെയും എതിർക്കും. എല്ലാവിധ സ്വകാര്യ നീക്കങ്ങളെയും എതിർക്കും. അപ്പൊ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.